Hello friends, welcome back to my channel SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് എമിറേറ്റി ഫേമസ് ബ്രേക്ക്ഫാസ്റ്റ് ബലാലിയത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പേര് കേട്ടിട്ട് ആരും പേടിക്കണമെന്നും വേണ്ട, എളുപ്പത്തിൽ 5 മിനിറ്റ് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ തന്നെ കിട്ടത്തുള്ളൂ. ഇതിനു വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മളുടെ സേമിയയിലെ പായസമൊക്കെ ഉണ്ടാക്കുന്ന വെർമിസലി, അത് ഒരു 400 ഗ്രാം എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ബട്ടറാണ്. ബട്ടർ ഒരു 50 ഗ്രാം വേണം. ബട്ടറോ നെയ്യോ ഓയിലോ എന്ത് വേണമെങ്കിലും നമ്മൾക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് ബട്ടർ ഇട്ടതിന് ശേഷം ഞാൻ 1 കപ്പ് സേമിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നുള്ളത്. അതിനെ ഒന്ന് നല്ല പോലെ റോസ്റ്റ് ചെയ്തെടുക്കണം. ഗോൾഡൻ ബ്രൗണിലെ ആ കളർ ആവണം. ബാക്കിയുള്ള സേമിയ പിന്നീട് ഇടുന്നതാണ്, അതവിടെ മാറ്റി വെക്കാം. ഇതിന് മാത്രം നമ്മൾക്ക് ഇതിനെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനുള്ള അളവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇത് നമ്മൾക്ക് ഇവിടെ ക്വാണ്ടിറ്റി എന്നും കൂടുതലാണ് വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഒരു പാക്കറ്റ് ഫുള്ളും ഞാൻ അടിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ഫുള്ളായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇത് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വെള്ളത്തിന് കണക്കൊന്നുമില്ല, ഇത് വേവാനുള്ള വെള്ളം. എന്നിട്ട് അത് നമ്മൾ സ്ട്രെയിൻ ചെയ്തിട്ട് വെള്ളം കളയുന്നുണ്ട്, വെള്ളം ഊറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് പിന്നീട് നമ്മളിവിടെ ബാക്കി വെച്ചിരുന്നില്ലേ ആ സേമിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളത്. അല്ലാതെ പക്ഷേ നമ്മൾ 1 കപ്പ് സേമിയ വറുക്കാം, പിന്നെ 1 കപ്പ് ഇത് വറുക്കാത്തതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് റോസ്റ്റ് ആയതിനു ശേഷം എന്നിട്ട് ഇത് മുങ്ങത്തൊക്കെ വിധത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒന്ന് ഇളക്കി ഇങ്ങനെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് പായസത്തിനൊക്കെ അറിയാമല്ലോ എത്ര പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. അത്രക്കും വെന്തിട്ട് അലിയേണ്ടൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ വേവ് ഹാഫ് കുക്കാണ് കേട്ടോ. പകുതി വെന്താൽ മതി, കൂടുതലായിട്ട് വേവണ്ട. അത് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ട് ഇത് നമ്മൾ ബാക്കി ഉണ്ടാക്കുന്ന ടൈമിൽ ഒട്ടിപ്പിടിച്ച് പോവും. അതുകൊണ്ട് ഇത് വെന്തിട്ട് നല്ലോണം വേവിക്കാൻ പാടില്ല. 2 മിനിറ്റ് അപ്പോഴത്തേനും അത് ഇങ്ങനെ ഒടിഞ്ഞിട്ടായിട്ട് കിട്ടുന്നുണ്ട്. ഇങ്ങനെ നമ്മളെ കയ്യിൽ പിടിക്കുമ്പോൾ ഇതുപോലെ ആയിട്ട് കിട്ടണം, അത്രത്തേ ഇല്ലൂ. അല്ലാതെ ഒരുപാടൊന്നും വെന്തിട്ട് പായസം പോലെയൊന്നും ആക്കിയിട്ട് വേവിച്ചിട്ടൊന്നും എടുക്കണ്ട. ഇത് മതി. നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിനെ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിക്കളയാം. അതിനുശേഷം വീണ്ടും നാം സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കി വീണ്ടും ഞാൻ ബട്ടർ ഒരു 2 ടേബിൾ സ്പൂൺ കൂടി ഇട്ടൊഴിച്ചിട്ടുണ്ട്. ഇത് ഡയറക്റ്റായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഇങ്ങനെ കട്ട തന്നെ ഇരിക്കുന്നുള്ളത്. ഇത് ബട്ടർ ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ അവിടെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ സേമിയ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. നല്ല ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാവും ഇത്. ഇതിലേക്ക് ബട്ടറൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ, അപ്പോൾ ഒന്ന് ഈ ബട്ടറൊക്കെ എല്ലായിടത്തേക്കും മിക്സ് ആവത്തക്ക വിധത്തിൽ ഒന്ന് നമ്മൾക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. നമ്മൾ ഷുഗറൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ 1/2 കപ്പ് ഇട്ടെടുത്തിട്ടുണ്ട്. മീഡിയം മധുരമേ കിട്ടിയിട്ടുള്ളൂ, ഒരുപാട് മധുരമൊന്നും ആയിട്ടില്ല. ഇത് ഏലക്കപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂണിന് മേലെ ഇട്ടൊഴിച്ചിട്ടുണ്ട്. പിന്നെ സാഫ്രോണിലെ അത് ഞാൻ ഇവിടെ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഇട്ടെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ റോസ് വാട്ടറാണ്, പനീർ വെള്ളമില്ല അതാണ് കേട്ടോ ഇത് ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു സ്മെല്ലാണ് ഇതിന്. നമ്മൾക്ക് റംസാനും സ്വീറ്റ് ആയിട്ടൊക്കെ ഇത് നമ്മൾക്ക് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മളുടെ വീട്ടിൽ വിരുന്നാളൊക്കെ വരുമ്പോൾ സ്നാക്കായിട്ടും അതുപോലെ തന്നെ ഡെസേർട്ടായിട്ടൊക്കെ ഇത് നമ്മൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും ആക്കാം, ഡിന്നറും ആക്കാം, എന്ത് വേണമെങ്കിലും ആക്കിയിട്ട് നമ്മൾക്ക് ഇതിനെ യൂസ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഒരു തവണയെങ്കിലും നിങ്ങളുടെ കയ്യിൽ എന്തായാലും എല്ലാവരുടെ അടുത്തും സേമിയ ഇല്ലാതിരിക്കില്ല. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്ക്. ഞാനെടുത്ത പാന് കുറച്ച് ചെറുതായി പോയി, ഇതിൽ ഫുള്ളായിട്ട് പോകുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ പണി ഇവിടെ
കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് സെർവ് ചെയ്യാം. അതിനുവേണ്ടി ഒരു സെർവിങ് ബൗളിലേക്ക് ഞാനിത് മാറ്റി കൊടുക്കുന്നുണ്ട് ഒരു ട്രേയിലേക്ക്. എന്നിട്ട് നമ്മൾക്ക് ഇതിന് മേലേക്ക് ഇത് കഴിഞ്ഞില്ല പണി, ഇനി ഓംലെറ്റ് കൂടി ആക്കാനുണ്ട് കേട്ടോ. ഓംലെറ്റൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, എന്നാലും ഞാൻ കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് 2 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഓരോ മുട്ടയായിട്ടാണ് ഞാൻ ഓംലെറ്റ് ഇവിടെ ആക്കിയെടുക്കുന്നുള്ളത്. പാകത്തിനുള്ള ഉപ്പ് മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇത് കൂട്ടി കഴിക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിലേക്ക് ഞാൻ ബട്ടർ തന്നെയാണ് ചേർത്തെടുത്തിട്ട് നമ്മളുടെ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത്. ഓംലെറ്റിൻ്റെ കൂടെ ഇത് കഴിക്കാനാണ് ഭയങ്കരമായിട്ട് ടേസ്റ്റ് ഉള്ളത്. അതില്ലാതെ വെറുതെ കഴിക്കാനും, മധുരം മാത്രം ഇഷ്ടപ്പെടുന്നവർ അതുമില്ലാതെ വെറുതെ അത് മാത്രമായിട്ട് സേമിയ മാത്രമായിട്ടും കഴിക്കാം. നല്ല ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നോക്ക്. എമിറേറ്റി ഫേമസ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ഇത് ഒരു തവണ ഉണ്ടാക്കണം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് പറയാൻ മറക്കല്ലേ. ഇതാ ഞാൻ ഓംലെറ്റിനൊക്കെ റോളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന് മേലെ ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഓരോ ബൈറ്റ് എടുത്തിട്ട് നമ്മൾക്ക് കഴിക്കാനും എളുപ്പമാണ്. ഇങ്ങനെ റോളാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു പ്ലേറ്റിൽ ഞാൻ ഇതാ ഇങ്ങനെയാണ് സെർവ് ചെയ്തിട്ടുള്ളത്. നമുക്ക് സെർവിങ് ഒക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓംലെറ്റ് കൂടാതെ വെറുതെ തന്നെ കഴിക്കുകയാണെങ്കിൽ അതും നല്ല രസം തന്നെയാണ്, നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇതുവരെ ഇത് കാണാത്തവരുണ്ടെങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് പോയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് നോക്കണം കേട്ടോ. ചിലർക്കൊക്കെ മധുരം ഒരുപാട് ഇഷ്ടമായിരിക്കും. എന്നാൽ മധുരം ഇഷ്ടപ്പെടാത്തവർ പോലും ഇഷ്ടത്തോടെ കഴിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇത്. എന്തായാലും ഒരു തവണ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ അത് നിങ്ങൾക്ക് നഷ്ടം തന്നെയാണ് കേട്ടോ. മധുരം യൂസ് ചെയ്യാത്തവർ വേണമെങ്കിൽ ഇതിലേക്ക് ഹണി ഒഴിച്ചിട്ടും കഴിക്കാം, ഇല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ഇട്ടെടുത്താൽ മതി. ഇത് ലൈറ്റ് മധുരം മാത്രമാണ് ഉള്ളത് കേട്ടോ. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.